ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വട്ടയപ്പമാണ്. വളരെ ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റും ആയ വട്ടയപ്പമാണ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ് ആയതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമാണ് വട്ടയപ്പം. എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മളിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് 3 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ആ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഇതുകൂടി നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, 1/2 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക, 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുക, പിന്നെ 1 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കുക, അതുപോലെ 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കുക, തേങ്ങ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക, പിന്നെ 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് 3 മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി ഒരു 3 മണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി ശരിക്കും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരി അരച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വീർത്ത് കിട്ടുന്നതിന് വേണ്ടി വെക്കണം. അപ്പോൾ ശരിക്ക് 1 മണിക്കൂർ വേണ്ടത് വീർത്ത് വരാനായിട്ട്. നമുക്കിത് മൂടി വയ്ക്കാം. നമുക്ക് നോക്കാം എത്ര ടൈം നമുക്ക് എടുക്കേണ്ടി വരും എന്ന് നോക്കാം. എന്നിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാനിത് 3/4 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ. കാരണം പാത്രം നിറഞ്ഞ്, ഞാൻ തുറന്നു നോക്കിയ പാത്രം നിറഞ്ഞിരിക്കുകയായിരുന്നു മാവ്. അപ്പോൾ ഇനിയും ഇതെടുത്ത് അപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ വീർത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. തലേദിവസം നമ്മൾ അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി. നല്ല സൂപ്പറായിട്ട് നല്ല പഫി ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. ആ സൈഡിലൊക്കെ ആവണ വിധത്തിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതി ഒഴിച്ചാൽ മതി, കാരണം ചിലപ്പോൾ അത് വീർത്ത് പൊങ്ങി വന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പകുതി ഒഴിക്കുന്നതിൽ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂസും പിന്നെ കുറച്ച് ബദാമും എല്ലാം ഇട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് സ്റ്റൗവിൽ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. വെള്ളം തിളച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ഇത് എടുത്ത് വയ്ക്കാം. ഇതേപോലെ ഒരു റിങ് താഴെ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ശരിക്കും നമ്മുടെ അപ്പം റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് അപ്പമാണ്. നമുക്കിനി ഇതൊന്ന് ഈ ട്രേയിൽ നിന്ന് ഒന്ന് എടുക്കാം. കണ്ടോ, നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് നമ്മുടെ അപ്പം. ഇത് ഞാൻ വേറൊരു സർക്കിൾ ഷേപ്പിലൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ്. അങ്ങനെ 2 ഷേപ്പിൽ ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.